ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഒന്നും പറയാനില്ല. നിവിനോണം പൊന്നോണം. ക്ലാഷും കപ്പൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട, എല്ലാം നിവിൻ പോളി തൂക്കിണ്ട്. സോ ഈ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോ. പിന്നെ കിട്ടിയില്ല എന്ന് വരും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മണിക്കൂറിൽ 25K ഒക്കെയാണ് ബുക്ക് മൈ ഷോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെ പോയി നിൽക്കുന്ന ഒരു പിടിയില്ല. ഫാമിലി ഫീൽ ഗുഡ് ജോണർ, നിവിൻ അണ്ണന്റെ കംഫർട്ട് സോൺ. സോ ആ കംഫർട്ട് സോണിൽ ഒരു പടം വരുന്ന സമയത്ത് അതിന് ക്ലാഷ് വെച്ചോ, കട്ടയും പടം മടങ്ങും. അതിപ്പോ എവന്റെ പടം ഏത് പടം ആയിക്കോട്ടെ, ദിസ് ഈസ് ഹിസ് കോട്ട. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിവിൻ പോളി ഈസ് ബാക്ക്. എടീ സിമ്പിൾ പടം, കിടിലം പടം. സോ നിങ്ങൾക്ക് ഈ വർക്ക് പ്രഷർ, സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് തെറാപ്പിയാണ് ഈ സിനിമ. 2.5 മണിക്കൂർ മാറ്റി വെക്കുക, ഇതിന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പോയി എല്ലാം അറിഞ്ഞ് എൻജോയ് ചെയ്യുക. അത്രയും ചിരിക്കാനുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു പടം കണ്ടിട്ട് ഇത്രയും ഇരുന്ന് ചിരിച്ചിട്ടില്ല. ചിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പെട്ടലി ചിലപ്പോൾ കൊടുക്കും. ഗിരീഷ് ഏടി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ പടം കണ്ടു കഴിഞ്ഞാൽ ഗിരീഷ് ഏടിയുടെ പേര് ഒരു വീടിന്റെ ചുമരിൽ എഴുതി വെച്ചാൽ കൂടി കണ്ണും പൂട്ടി നമുക്ക് കയറി ചെല്ലാം. കാരണം ആ ഒരു ട്രസ്റ്റ് അങ്ങേര് ബിൽഡ് ചെയ്തെടുത്താണ്. നിവിൻ പോളി ആസ് ജസ്റ്റിൻ, മമിത ബൈജു ആസ് ആഷ്ലി. നിവിൻ പോളി ചിരിച്ചാ നമ്മൾ ചിരിക്കും, നിവിൻ പോളി കരഞ്ഞാ നമ്മൾ കരയും. ലാലേട്ടന് ശേഷം ഏറ്റവും കിടിലൻ ചിരിയുള്ള ഒരു മനുഷ്യനാണ് നിവിൻ പോളി. എന്തു രസമെന്നറിയാം മനുഷ്യൻ ചിരിക്കുന്ന കാണുമ്പോ. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഈ കംഫർട്ട് സോൺ വിട്ടു പോവല്ലേ. നിങ്ങൾ ഇതിൽ തന്നെ ഒരു 10-100 പടം ചെയ്തോ, ഡെഫിനറ്റ്ലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. കാരണം നിവിൻ പോളി ആൻഡ് കംഫർട്ട് സോൺ അത് തരുന്ന ഒരു വൈബ് വേറെ ലെവലാണ്. അതൊരു ഡിഫറെന്റ് ലീഗാണ്. എന്ത് രസമെന്ന് പറയാം മനുഷ്യന്റെ പെർഫോമൻസ് കാണാൻ. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിരീഷ് ഏടിയുടെ യൂഷ്വൽ കുട്ടികളെല്ലാം ഈ പടത്തിലുണ്ട്. ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. നിവിൻ പോളി, സുരേഷ് കൃഷ്ണ, നമ്മുടെ ഗോട്ടിലെ വിജയ് അണ്ണൻ, സംഗീത് പ്രതാപ്, ശൃംഡ, പിന്നെ മറ്റേ ഗിരീഷ് ഏടിയുടെ യൂഷ്വൽ ആൾക്കാര്. അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ആൻഡ് അവരുടെ വൈബ് ഡിഫറെന്റ് ആണ്. നൈസ് സാധനമാണ്. ഇവര് തമ്മിലുള്ള നോർമൽ കോൺവെർസേഷൻ കേട്ടാൽ തന്നെ നമ്മൾ കുടുകൂടാതെ ഇരുന്ന് ചിരിക്കും. ആർട്ടിഫിഷ്യൽ കോമഡി അല്ല, സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡി പരിപാടി. ചിരിച്ച് ചാവും. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല.